ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാം തിരുലിഖിതം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ മണിക്കൂറിൽ ഇതാ യേശു നമ്മളെ തൊട്ട് വിളിക്കുകയാണ്. ഇതാ പിതാവായ ദൈവം നമ്മളെ തൊട്ട് വിളിക്കുകയാണ്. ഇത് യേശുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി നിറയുന്ന സമയം. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നെയ്യാറ്റിൻകര എന്ന ദേശത്തു നിന്നാണ് ഈ വ്യക്തി തൻ്റെ അനുഭവം എഴുതി അറിയിക്കുന്നത്. എൻ്റെ പേര് മനീഷ്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ശരീരത്തിൽ നിറയെ വ്രണങ്ങൾ വന്ന് മൂടിയിരുന്നു. എൻ്റെ തലയിൽ പോലും നിറച്ചും വ്രണങ്ങളായിരുന്നു. അത് പൊട്ടി വെള്ളം പോലെ ശരീരത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും, എൻ്റെ അസുഖം മാറ്റി എനിക്ക് സുഖം തരണമേ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്ന പേരിൽ ദൈവവചന പ്രഘോഷണം നടക്കുന്നുണ്ട്, നീ അതിൽ പങ്കെടുക്കണം, യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കണം. അവസാനം ഞാൻ സമ്മതിച്ച് ഞാനും അമ്മയുടെ കൂടെ ഇരുന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഞാൻ യേശുവിനെ വിളിച്ചു. അനേകം പേർ ഈശോയെ വിളിക്കുന്നത് അതിൽ ഞാൻ കണ്ടു. എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാനും യേശുവിനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ തല മുതൽ കാല് വരെ നീറുന്നത് പോലെ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൽ വ്രണങ്ങളെല്ലാം കരിഞ്ഞ് ഉണങ്ങിയ സ്ഥിതിയിലായിരിക്കുന്നതാണ് കണ്ടത്. പിന്നീട് ഇന്ന് വരെ എൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ കർത്താവായി യേശുവിൻ്റെ നാമത്തിലാണ് എനിക്ക് സൗഖ്യമുണ്ടായത്. യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. മനീഷ് കെ, നെയ്യാറ്റിൻകരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നോക്കുക, ശരീരം മുഴുവൻ വ്രണങ്ങൾ പൊട്ടി ഒഴുകുന്ന അവസ്ഥ. ആയിരങ്ങൾ യേശുവിനെ വിളിക്കുന്ന സമയത്ത് നെയ്യാറ്റിൻകരയുള്ള അവൻ്റെ ഭവനത്തിലിരുന്ന അമ്മയോടൊപ്പം അവൻ യേശുവിനെ വിളിച്ചു. പൊട്ടി ഒഴുകുന്ന വ്രണങ്ങളോടുകൂടി ശരീരം മുഴുവൻ നീറുന്നൊരു അനുഭവം അവനുണ്ടായി. ഇതാ ആ രാത്രി അവൻ്റെ ശരീരം സൗഖ്യം പ്രാപിച്ച് നേരം വെളുത്തപ്പോൾ വ്രണങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുന്ന കാഴ്ച അവൻ കാണാൻ ദൈവം ഇടവരുത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇത് സ്വർഗരാജ്യത്തിൻ്റെ അത്ഭുത ശക്തി, യേശു നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്ന സമയമാണ്. ഇതാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 18-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിങ്കൽ വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. എൻ്റെ ദൈവ പൈതലേ, നിന്റെ സ്ഥിതി എന്താ? ദൈവരാജ്യ ദൂതുകൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനുവേണ്ടി ഒരു വിശപ്പ് നിനക്ക് തോന്നുന്നില്ലേ? അതിനുവേണ്ടി ഒരു ദാഹം നിനക്ക് തോന്നുന്നില്ലേ? വെളിപാടിന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നു, ഇതാ ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്ത്യവും. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് അവൻ സൗജന്യമായി പാനം ചെയ്യട്ടെ. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം ഞാൻ സൗജന്യമായി കൊടുക്കും. ദൈവമേ, ഈ മണിക്കൂറിൽ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചുള്ള ദാഹം നഷ്ടപ്പെട്ട ഓരോ മകന്റെയും മകളുടെയും ഹൃദയങ്ങളെയും മനസ്സിനെയും അവിടുന്ന് സ്പർശിക്കണമേ. ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തൊട്ട് ഉണർത്തണമേ കർത്താവേ. ഇതാ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ അവിടുന്ന് പഠിപ്പിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ലല്ലോ. ഈ നിമിഷം എന്നെയും നിങ്ങളെ ഈ പിതാവായ ദൈവം തൊട്ട് വിളിക്കുകയാണ്. മകനെ, മകളെ, നീ ഈ ലോകത്തിൻ്റെ
ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ഇന്ന് ആത്മീയ ദാഹം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ? സ്വർഗരാജ്യത്തിന് വേണ്ടി ദാഹം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ? നിത്യജീവന് വേണ്ടി ആഗ്രഹം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ? ഇതാ സ്വർഗീയ പിതാവ് ഇന്ന് ഓരോ മകനെയും ഓരോ മകളെയും തൊട്ടു വിളിക്കുകയാണ്. മകനെ, മകളെ, നീ യേശുവിലേക്ക് വരിക. നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായ ഓർത്തു വന്നിടുക. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആത്മീയ ദാഹം വറ്റിപ്പോകാത്തക്കവണ്ണം ഓരോ മകനെയും ഓരോ മകളെയും ഗ്രസിച്ചിരിക്കുന്ന ലോകമോഹങ്ങളും ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്കുള്ള ആസക്തികളും എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളും തിന്മയുടെയും അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളും ഓരോ മകൻ്റെയും മകളുടെയും ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ഈ സമൂഹങ്ങളിൽ നിന്ന്, ഓരോ മക്കളിൽ നിന്ന് ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഹൃദയങ്ങൾ ഉണരാൻ, ആത്മാവ് ഉണരാൻ, ദൈവിക ചിന്തകൾ ഉണരാൻ ഇപ്പോൾ ആത്മാവിന്റെ സ്പർശനം നൽകണമേ. ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മ സ്പർശനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ശക്തമായ ഒരു നിർദ്ദേശമാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഇന്ന് അനേകം ദൈവമക്കൾ ലോകത്തിൻ്റെ ആസക്തികളിൽ പൂണ്ട് കിടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇന്ന് സമയം ചെലവഴിക്കുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു ദേശത്ത് ചെന്നപ്പോൾ ആ ദേശത്തുള്ള ദൈവമക്കൾ അവരുടെ ആ ദേശത്തെ രീതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറഞ്ഞു, ഈ ദേശത്തുള്ള ആളുകൾ പണം മുടക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ധാരാളം മദ്യപിക്കണം. വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിൽ ഭയങ്കര തിരക്കാണ്. ഇതാ ബിവറേജ് കോർപ്പറേഷൻ്റെ ഒരു ചെറിയ ഷോറൂം ഇവിടെ വന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ കട ഇവിടെ വന്നിട്ടുണ്ട്. ഈ പ്രദേശം മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ പുതിയ പുതിയ കടകൾ വന്ന് ഇവിടെ മുഴുവൻ സജീവമായിരിക്കുകയാണ്. അവർ പകലന്തിയോളം അധ്വാനിക്കുന്നു, പണം മുഴുവൻ ഇതാ ഈ വിദേശ മദ്യഷാപ്പിൽ കൊണ്ട് കൊടുക്കുകയാണ്. രണ്ടാമതായി പണം എടുക്കുന്ന ഒരു മേഖലയാണ് ലോട്ടറി എടുക്കലും ലോട്ടറി വിൽപ്പനയും. ഒരുപാട് ലോട്ടറി മേഖലകളിൽ ഒരുപാട് പേര് പണം മുടക്കുകയാണ്.
മൂന്നാമത് പറഞ്ഞു മൊബൈൽ ഫോൺ വാങ്ങുക, റീചാർജ് ചെയ്യുക, മൊബൈൽ ഫോണിൻ്റെ മേഖലയിൽ ധാരാളം പണം മുടക്കുക. ഇങ്ങനെ ഈ 3 മേഖലകളിലായി സാധാരണ ആ പ്രദേശത്തെ ജനങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മറ്റൊരു ദേശത്ത് പറഞ്ഞു, അച്ഛാ ഒരു ചെറിയ ടൗണാണ് ഇവിടെ ഏതാണ്ട് 10ഓളം കടകളുള്ളതായിട്ട് ആ പ്രദേശത്തെ ആളുകൾ, ചെറിയ ടൗണ്, കൂടി വന്ന് 2 ഹോട്ടലുണ്ടാവും, പക്ഷേ 10 ജ്വല്ലറി കടകൾ അവിടെയുണ്ട്. ആളുകൾ സ്വർണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും സുഖലോലുപതിക്ക് വേണ്ടിയും സുഗന്ധവ്യഞ്ജന വസ്തുക്കൾക്ക് വേണ്ടിയും പുകയില ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയെല്ലാം ധാരാളം പണം മുടക്കുന്നു. എന്നാൽ എല്ലാ ദേശങ്ങളിലും ചെന്ന് നോക്കുമ്പോൾ കാണുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നവർ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉണരുന്നവർ, ദൈവരാജ്യത്തിന് വേണ്ടി അരയും തലയും മുറുക്കി കഷ്ടപ്പെടുന്നവർ, അവരുടെ എണ്ണം ദുർബലമാവുകയാണ്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യം പഠിപ്പിക്കുകയാണ്, വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരങ്ങളിൽ അർപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. ഇന്ന് അനേകർക്ക് സ്വർഗരാജ്യമെന്നാൽ, ഇന്ന് അനേകർക്ക് ആത്മാവിൻ്റെ നിത്യത എന്നാൽ, ഇന്ന് അനേകർക്ക് ദൈവവചനം, വിശുദ്ധ കൂദാശകൾ, തിരുസഭ, ആത്മീയത, പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, ദൈവഭക്തി, ഇങ്ങനെയുള്ള സംഗതികൾ വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയും ശവകുടീരങ്ങളിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയും അത്രേ. അതിനോട് ഒരു താല്പര്യമോ ഒരു തുറവിയോ ഒരു ആഗ്രഹമോ ഒരു ദാഹമോ ഒരു വിശപ്പോ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങളും പുലർത്തുന്ന മനോഭാവം എന്താണെന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശമുണ്ട്. ചിലപ്പോൾ തിന്മയുടെ കടന്നാക്രമണം വളരെ ശക്തമായി അനുഭവപ്പെടാം. മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അവിടെ വളരെ അഹന്ത കൊണ്ട് നിറഞ്ഞ അന്തിയോക്കസ് എന്ന മനുഷ്യൻ, അവൻ കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് ചിന്തിച്ച അഹങ്കാരോന്മത്തനായ അന്തിയോക്കസ്, അവൻ ജെറൂസലേം കീഴടക്കിയിട്ട് തന്നേക്കാൾ കിരാതനായ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഭരണാധികാരിയെ ആ പട്ടണത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുക, ഇതായിരുന്നു ഫിലിപ്പിന് അന്തിയോക്കസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. അങ്ങനെ ഫിലിപ്പ് എന്ന ഭരണാധികാരി ഈ ജെറൂസലേമിലെ എല്ലാ യഹൂദന്മാരെയും പീഡിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ദേവാലയങ്ങൾ അശുദ്ധമാക്കി, മ്ലേച്ഛമായ രീതിയിലുള്ള ജീവിതത്തിലേക്ക് യഹൂദന്മാരെല്ലാം വലിച്ചടച്ചു. വിശുദ്ധ സ്ഥലങ്ങളിൽ പോലും വേശ്യകളുമായി ഉല്ലസിക്കുന്ന അനേക അശുദ്ധന്മാർ വിശുദ്ധ സ്ഥലങ്ങളിൽ പോലും കയറി വിഹരിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് 2 മക്കബായർ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, തിന്മയുടെ കടന്നാക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു. കാരണം അശുദ്ധന്മാർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് വേശ്യകളുമായി ഉല്ലസിക്കുകയും മറ്റ് സ്ത്രീകളുമായി സംഗമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവർ ദേവാലയത്തെ അശുദ്ധമാക്കുകയും അനുചിതമായ പ്രവൃത്തികൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ഏതാണ്ട് ഇന്നും ഇത് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്? ദേവാലയത്തിൽ പ്രവേശിക്കുന്നില്ലെങ്കിലും സമൂഹത്തിൽ ഇങ്ങനെയുള്ള അശുദ്ധിയും മ്ലേച്ഛതയും ദുർവൃത്തിയും ദൈവവചന ലംഘനങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഓരോരുത്തരും? തിന്മയുടെ കടന്നാക്രമണം അത്യന്തം കഠിനവും ക്രൂരവുമായ ഒരു കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളും ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയുടെ കടന്നാക്രമണം കഠിനവും ക്രൂരവുമാകുമ്പോൾ ആത്മീയ കാര്യങ്ങൾ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശപ്പില്ലാത്തവന് മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ പോലെയും ശവകുടീരത്തിൽ വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയുമായി മാറും. അങ്ങനെ ബഹുഭൂരിപക്ഷ യഹൂദന്മാരും ലോകപ്രകാരമുള്ള ജഡപ്രകാരമുള്ള ജീവിതത്തിലേക്ക് നിർബന്ധിക്കപ്പെട്ടു. എന്നാൽ തീഷ്ണമതി അവിടെ ഉണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ സ്വീകരിച്ച വീരപുരുഷന്മാർ ആ നാട്ടിലുണ്ടായിരുന്നു. അതിലൊരാളാണ് എലയാസർ. 2 മക്ബായർ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ എലയാസറിനെ കുറിച്ചുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഉന്നത സ്ഥാനിയായ ഒരു നിയമജ്ഞനും കുലീന സ്വഭാവത്തോടു കൂടിയവനും വയോധികനുമായ എലയാസറിൻ്റെ പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു. ജനം മുഴുവൻ തന്നിഷ്ടപ്രകാരം ലോകത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി,
ലോകത്തിൻ്റെ ഭരണാധികാരികളുടെ പ്രീതിക്ക് വേണ്ടി ദൈവവചനം ലംഘിച്ചും തന്നിഷ്ടപ്രകാരം ജീവിച്ചും ദൈവത്തെ മറന്നും ഇതാ തിന്മയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എലയാസർ എന്ന ദൈവ പൈതൽ തൻ്റെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന വിശുദ്ധ വചനങ്ങൾ ലംഘിക്കാതെ ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കാൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് ഭരണാധികാരികൾ അറിഞ്ഞു. അതുകൊണ്ട് ദൈവവചനം ലംഘിക്കാൻ ആ ഭരണാധികാരികൾ വന്ന് എലയാസറിനെ നിർബന്ധിക്കുകയാണ്. അവർ ബലം പ്രയോഗിച്ച് എലയാസറിൻ്റെ വാ വലിച്ചു പൊളിച്ചിട്ട് പന്നിമാംസം വായിലേക്ക് വെച്ചു. ദൈവവചനം എലയാസറിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ പന്നിമാംസം ഭക്ഷിക്കരുതെന്ന്. എന്താണോ ദൈവവചനം നിരോധിച്ചത് അത് ചെയ്യാൻ വേണ്ടി ബലപ്രയോഗത്തിന് അടിമപ്പെടുന്ന എലയാസറിനെയാണ് ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തരുന്നത്. എന്നാൽ എലയാസർ ആകട്ടെ എന്തു ചെയ്തു? നിർവാഹമില്ലെങ്കിൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് വീണു പോവുകയാണോ ചെയ്തത്? എലയാസർ എന്തു ചെയ്തു എന്ന് തുടർന്നുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാം. അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ ദൈവഭക്തിക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി മരിക്കാൻ നിശ്ചയിച്ചവൻ വായിൽ നിന്ന് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം ഏറ്റുവാങ്ങി. ദൈവവചനം ലംഘിക്കാതെ ജീവിക്കാൻ വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങണം. ഇതാ അങ്ങനെയുള്ള അനേകം വീരപുരുഷന്മാർ ബൈബിളിലുണ്ട്, ചരിത്രത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു എലയാസർ. ഉടനെ ഈ എലയാസറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ശിഷ്യന്മാർ, ഇദ്ദേഹം ഒരു വയോധികനായ ഗുരുസ്ഥാനീയനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാർ സ്നേഹിതരും രാജ്യത്തുണ്ട്. അവരൊത്തുകൂടി അവർ പറഞ്ഞു, അയ്യോ നമ്മുടെ പ്രിയപ്പെട്ട എലയാസറിനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല. എന്നാൽ ചക്രവർത്തിയാണെങ്കിൽ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഒരു ഉപായം ആലോചിച്ച് കണ്ടുപിടിച്ച് അവർ പറഞ്ഞു, അല്ലയോ എലയാസർ, ഞങ്ങൾ അങ്ങേക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ള നല്ല മാംസഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ബീഫോ മട്ടനോ എന്തെങ്കിലും അങ്ങേക്ക് കഴിക്കാൻ അനുവാദമുള്ള ഭക്ഷണം അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് ചക്രവർത്തിയോട് രാജാവിനോട് ഞങ്ങൾ പറഞ്ഞോളാം, എലയാസർ ഇപ്പോൾ പന്നിമാംസമാണ് ഭക്ഷിക്കണമെന്ന് ഞങ്ങൾ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞോളാം. അങ്ങേക്ക് അങ്ങയുടെ ജീവൻ രക്ഷിക്കാം. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചായി രാജാവിന് തോന്നുകയും ചെയ്തോളും. ഇങ്ങനെ ഒരു ഉപായം ഇതിനിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ രൂപപ്പെടുത്തിയെടുത്ത് എലയാസറിനെ രക്ഷിക്കാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടെ എലയാസറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ ആശയം പറഞ്ഞു. 2 മക്കബായർ 6-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന എന്താണ്? തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ വചനത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് മരണത്തിന് വേണ്ടിയുള്ള തീരുമാനം അവൻ അറിയിക്കുകയാണ് ചെയ്തത്. എലയാസർ പറഞ്ഞു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ഒട്ടും ചേർന്നതല്ല. എലയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അഭിനയം മൂലം അനേകരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതമാക്കുകയും ചെയ്യും. തൽക്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. ആ എലയാസറിനെ അവർ പിടിച്ച് കഠിനമായ പീഡനോപകരണങ്ങളിലേക്ക് കൊണ്ടുപോയി ആ പീഡന യന്ത്രത്തിയിട്ട് പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. ആ പീഡന യന്ത്രത്തിൽ കടന്ന് വേദന കൊണ്ട് പൊളഞ്ഞ് ഞെരങ്ങുമ്പോഴും എലയാസർ പറയുകയാണ്, എൻ്റെ ദൈവത്തിന് വേണ്ടി, എൻ്റെ ദൈവമായ കർത്താവ് നിന്ന് വചനം പാലിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പൗരുഷത്തോടെ അർപ്പിക്കുന്നു. നിങ്ങളെ ഞാൻ എത്ര വേണമെങ്കിലും പീഡിപ്പിച്ചുകൊള്ളുക, ഞാൻ എൻ്റെ കർത്താവ് തന്ന വചനം ലംഘിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇതാ എലയാസർ തൻ്റെ ജീവൻ അർപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കണം. ദൈവവചനം പാലിക്കാൻ വേണ്ടി ജീവൻ അർപ്പിച്ചു പോലും നമ്മൾ അധ്വാനിക്കണം. ദൈവവചനം ലംഘിക്കാൻ നിർബന്ധിച്ചപ്പോൾ ഇതാ ആ നാട്ടിൽ പല സ്ത്രീകളും അത് ലംഘിക്കാൻ തയ്യാറായില്ല. വീരോചിതമായ പൗരുഷമുള്ള നല്ല വനിതകൾ ചരിത്രത്തിലുണ്ട്. അതിൽ 2 വനിതകളുടെ ചരിത്രം 2 മക്കബായർ 6-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത 2 സ്ത്രീകൾ പിടിക്കപ്പെട്ടു. ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി. അവസാനം മതിലിൽ നിന്ന് തലകുത്തനെ താഴോട്ടെറിഞ്ഞു. നോക്കുക, കുട്ടികളെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് നഗരത്തിലൂടെ നടക്കേണ്ടി വരിക, എന്നിട്ട് മതിലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തലകുത്തി വീണ് മരിക്കുക. പൗരുഷമുള്ള വനിതകൾ അത് ഏറ്റെടുത്തു. എഴുതപ്പെട്ട വചനം ലംഘിക്കാതെ ജീവിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും ഏറ്റെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പൗരുഷത്തോടെ ജീവൻ അർപ്പിക്കണമെന്ന് ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. 126 സങ്കീർത്തനത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിലാപത്തോടെ വിത്ത് ചുമന്നുകൊണ്ട് വിതയ്ക്കാൻ പോകുന്നവർ ആഹ്ലാദത്തോടെ കറ്റ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം തിന്മയുടെ കടന്നാക്രമണം കഠിനവും ക്രൂരമായ ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം. ദുർബലരാകാതെ ധൈര്യം അവലംബിച്ച് എഴുതപ്പെട്ട വചനം പാലിച്ച് കർത്താവായ യേശുവിനെ ഓർത്ത് വിശുദ്ധ ജീവിതം ചിന്തിച്ച് സ്വർഗരാജ്യത്തിന് യോഗ്യമായ വിധം ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കടമയുണ്ട്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. പിതാവായ ദൈവം വിളിക്കുകയാണ്, മകനെ മകളെ നീ വരിക, നീ യേശുവിങ്കിലേക്ക് വരിക. നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. പിതാവേ, വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, അപ്പാ, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ ഈ ലോകം വിട്ടു പോകും. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാം തിരുലിഖിതം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 14-ാം തിരുലിഖിതം. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന ഒരു നഗരത്തെയാണല്ലോ നാം ഏവരും നോക്കി പാർത്തിരിക്കുന്നത്. 2 കരങ്ങളും കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. യേശുവേ യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ സൗഖ്യമുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഉറക്കെ വിളിക്കുന്നു, യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബങ്ങളിൽ നിന്നും ഓരോ ജീവിതങ്ങളിൽ നിന്നും അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകർന്ന് നിത്യജീവൻ്റെ അഭിഷേകം നിറയട്ടെ കർത്താവേ. ഓ സുബോധം നഷ്ടപ്പെട്ട് പാപത്തിലും ആസക്തികളിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആസക്തിയുടെ കോട്ടകൾ, തിന്മയുടെ കോട്ടകൾ വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ.